mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ നൂറിൽപ്പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തി ദേശീയപാതയിൽ SBI ബാങ്കിന് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം. കാൽനട യാത്രക്കാർ ഉപയോഗിക്കുന്ന ഫുട്പാത്തിലേക്ക് കയറിയാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴി കടന്നുപോകുന്നവർ വെയിറ്റിംഗ് ഷെഡിലൂടെ വേണം സഞ്ചരിക്കുവാൻ. പ്രായമായവർക്ക് ഫുട്പാത്തിലൂടെ നടന്ന് 2 സ്റ്റെപ്പ് മുകളിലോട്ട് കയറി വെയിറ്റിംഗ് ഷെഡിലൂടെ കടന്നുപോകുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റോഡും വെയിറ്റിംഗ് ഷെഡും തമ്മിലുള്ള ദൂരപരിധിയും ഇവിടെ വളരെ കുറവാണ്. സ്റ്റോപ്പിൽ ബസ് നിർത്തിയാൽ 2 വരി ഗതാഗതം നടക്കേണ്ട റോഡിന്റെ ഒരു ഭാഗം ഗതാഗതം സ്തംഭിക്കും. ഇതോടെ അങ്കമാലി ജംഗ്ഷനിലേക്കുള്ള വാഹന ഗതാഗത കുരുക്കും രൂക്ഷമാകും. 2015 കാലയളവിൽ അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിലാണ് യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ ഷെഡ് നിർമ്മിച്ചതെന്ന് ആരോപണമുണ്ട്. അങ്കമാലി നഗരസഭ ഇവിടെ കവാടമായ ഈ NH ചേർന്നുള്ള ബസ് ഷെൽട്ടർ സ്ഥാപിച്ചിരിക്കുന്നത് അതുമൂലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാൽനട യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ 2014-15 വർഷക്കാലത്താണ് ഇങ്ങനെ ബസ് ഷെൽട്ടർ സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസ് കണ്ടെത്തി കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറ്റി സ്ഥാപിക്കേണ്ടതായിരുന്നു. ഇതിപ്പോ ഫുട്പാത്ത് കംപ്ലീറ്റ് ഈ ബസ് ഷെൽട്ടറിന്റെ അകത്തേക്ക് പോയി. കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാൻ വേറെ വഴിയില്ലാതെയായി. 2 ബസ്സുകൾക്ക് യാത്ര ചെയ്യാനുള്ള റോഡ്, സഞ്ചരിക്കാനുള്ള റോഡാണ് നിലവിൽ, സർവീസ് ചെയ്യാനുള്ള റോഡാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു ബസ് ഇവിടെ ആളെ കയറ്റാൻ സ്റ്റോപ്പ് നിർത്തി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ കാൽനട യാത്രക്കാർക്ക് പോകാൻ പിന്നെ റോഡിന്റെ അടുത്തിലൂടെ കയറി പോകേണ്ടി വരും. അത് അപകടത്തിന് വഴിവെക്കുന്നതാണ്. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് കയറി പോകുന്നതിന് ഉള്ള ഒരു ചെറിയ സ്പേസ് അത് മാത്രമേ ഉള്ളൂ. പ്രായമായവരും മറ്റ് കൈകാല സുഖമില്ലാത്തവരൊക്കെ രോഗികളായിട്ട് പോകുന്നവർക്കും കടന്നു പോകാൻ ഒരു വഴിയില്ല. വളരെ ഇടുങ്ങിയ ഒരു രീതി അതിന്റെ ബാക്കിലൂടെ കയറി പോകണം. അത് തന്നെ 2-3 സ്റ്റെപ്പ് കയറിയിട്ട് വേണം കടന്നു പോകാൻ. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്തി. ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം അപകടം വരുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും ഏറെ ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ബസ് ഷെൽട്ടർ ആണ് ഈ ഭാഗത്ത്. അപ്പൊ അത് ബസ് ഷെൽട്ടർ എവിടെയെങ്കിലും ഒരു സ്പേസ് കൂടുതൽ കണ്ടെത്തി അവിടെ മാറ്റി സ്ഥാപിച്ചാൽ ഒരു പരിധി വരെ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും. വെയിറ്റിംഗ് ഷെഡ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മാറ്റി സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം.